നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും മുൻകൂട്ടി വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നത് ഒരു സാധാരണ തൊടുകുറി വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വിഷുവിന് തന്നെ വന്നിരിക്കുന്ന ഒരു ദൈവ സന്ദേശമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യാദൃച്ഛികമായി വന്നതല്ല. ഈ വിഷു സമയത്ത് ഉണ്ണിക്കണ്ണൻ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ നിശബ്ദമായ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങൾ ആരോടും പറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ച വേദന, ഇവയെല്ലാം തന്നെ ഉണ്ണിക്കണ്ണൻ കേട്ടുകഴിഞ്ഞു. ഈ വിഷു നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ഭാഗ്യം, ഒരു പുതിയ വഴി. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഈ 3 ഉണ്ണിക്കണ്ണന്റെ രൂപങ്ങൾ, ഇവ വെറും ചിത്രങ്ങളല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചനകളാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടയ്ക്കുക, ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ഓർക്കുക, നിങ്ങളുടെ ആഗ്രഹം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുക. ശേഷം കണ്ണുകൾ തുറന്ന് ഈ 3 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആദ്യ ഫീലിംഗ് തന്നെയാണ് ശരിയായ തിരഞ്ഞെടുപ്പ്. ഈ വിഷുവിൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന ഒരു ദൈവിക നിമിഷം ഇതാകാം. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഈയൊരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ നടത്തിത്തരും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യം തന്നെ ഉണ്ണിക്കണ്ണന്റെ 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഉണ്ണിക്കണ്ണന്റെ 1-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഉണ്ണിക്കണ്ണന്റെ കൈ ഉയർത്തിയിരിക്കുന്ന ഈ ഭാവം അത് വെറും ആശീർവാദമല്ല, അതൊരു ഉറപ്പാണ്. ഭയപ്പെടേണ്ട, ഞാനുണ്ടല്ലോ. നിങ്ങൾ പുറത്തേക്ക് ചിരിക്കുന്ന ആളാണ്, പക്ഷേ ഉള്ളിൽ തളർന്നിരിക്കുകയാണ്. ഒരു സാമ്പത്തിക സമ്മർദ്ദം, വീട്ടിൽ ആരോ മനസ്സിലാക്കാത്ത വിഷമം, അല്ലെങ്കിൽ ജോലി, ബിസിനസ് സംബന്ധമായിട്ടുള്ള അനിശ്ചിതത്വം, ഇവയിൽ ഒന്നെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഭാരമായിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുമുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഫലം വൈകുന്നു എന്നുള്ളത്. ഉണ്ണിക്കണ്ണൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: വൈകുന്നത് നിന്റെ തോൽവിയല്ല, അത് നിന്റെ വിജയത്തിനുള്ള തയ്യാറെടുപ്പാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അപകടം അല്ലെങ്കിൽ നഷ്ടം ഒഴിവായി കഴിഞ്ഞു എന്നതാണ് സത്യം. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, പക്ഷെ ദൈവം തടഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സമയം മാറുകയാണ്. അടുത്ത 21 ദിവസത്തിനുള്ളിൽ ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒരു സാമ്പത്തിക അവസരം, അല്ലെങ്കിൽ ഒരു പഴയ വിഷമത്തിന് പരിഹാരം, ഇവയിലൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. പക്ഷേ ഭഗവാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിൽ ആവേശം കാണിക്കരുത്, കോപത്തിൽ സംസാരിക്കരുത്, ഒരു വ്യക്തിയോട് ക്ഷമ കാണിക്കുക. അതുതന്നെയാണ് നിങ്ങളുടെ ഭാഗ്യവാതിൽ തുറക്കുന്നത്. നിങ്ങളുമായി അടുത്തിരുന്ന ഒരാൾ മനസ്സിലുണ്ട്. അവരുമായിട്ട് ദൂരമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഉണ്ണിക്കണ്ണൻ പറയുന്നു, പിരിഞ്ഞത് സ്ഥിരമല്ല, പക്ഷേ തിരിച്ചു വരുന്നത് നിന്റെ വിനയത്തിൽ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. ഒരു സത്യസന്ധമായിട്ടുള്ള സംഭാഷണം എല്ലാം മാറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹം വേഗത്തിൽ ലഭിക്കുവാനായിട്ട്, അല്ലെങ്കിൽ വേഗത്തിൽ അനുഗ്രഹം പ്രവർത്തിക്കുവാനായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു നെയ്ദീപം തെളിയിക്കുക. ഓം നമോ നാരായണായ മന്ത്രം 108 തവണ നിത്യവും ജപിക്കുക. ഒരു കുഞ്ഞിന് മധുരം അല്ലെങ്കിൽ പഴം നൽകുക. ഇത് 3 ആഴ്ച തുടർച്ചയായിട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ഭവിക്കും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചെറിയൊരു തണുപ്പ് തോന്നിയെങ്കിൽ, കണ്ണിൽ വെള്ളം നിറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ അപ്രതീക്ഷിതമായി ശാന്തി ലഭിച്ചെങ്കിൽ, അത് ഉണ്ണിക്കണ്ണന്റെ സാന്നിധ്യമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ഗ്രഹചലനം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് സത്യം.
അതുകൊണ്ട് തന്നെ ഈ വിഷു കഴിയുന്നതോടുകൂടി മുമ്പത്തെ തടസ്സങ്ങളെല്ലാം കുറയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മേടം, കർക്കിടകം, തുലാം, മീനം രാശിക്കാർക്ക് വേഗത്തിൽ ഫലം ലഭിക്കും. എങ്കിലും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹം ബാധകം തന്നെയാണ്. ഉണ്ണിക്കണ്ണന്റെ കൈ ഉയർന്നിരിക്കുന്നു. അത് വെറും ചിത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റത്തിന്റെ അടയാളമാണ്. നിന്റെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞു. ഇനി സംശയിക്കരുത്, വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് കമന്റ് ബോക്സിൽ എഴുതുക, ഉണ്ണിക്കണ്ണൻ എന്റെ കൂടെയുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ഭവിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ ഉണ്ണിക്കണ്ണന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം വളരെ ശുദ്ധമാണ്. ഉണ്ണിക്കണ്ണൻ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ഈ രൂപം അത് വെറും പ്രാർത്ഥനയല്ല, അത് നിങ്ങൾക്കായിട്ട് ചെയ്ത പ്രാർത്ഥനയാണ്. അതെ, നിങ്ങൾ ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് ഉണ്ണിക്കണ്ണൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊരിക്കലും യാദൃച്ഛികമല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും ഒരു സൂചനയാണ്. 5 സെക്കൻഡ് കണ്ണുകൾ അടച്ച് ഉണ്ണിക്കണ്ണനെ നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങൾ ഒരു വലിയ നിരാശ അനുഭവിച്ചു എന്നതാണ് സത്യം. ഒരു ബന്ധം തകർന്നു, ഒരാൾ വാക്കു പാലിച്ചില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു മാനസിക വേദന അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കരഞ്ഞു, പക്ഷേ ഒറ്റയ്ക്കാണ് കരഞ്ഞത്. പുറത്ത് നിങ്ങൾ ശക്തരായിട്ടുള്ള ആളുകളായി നടിച്ചു, പക്ഷേ ഉള്ളിൽ നിങ്ങൾ തകർന്നിരിക്കുന്നു. ഉണ്ണിക്കണ്ണൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. നിങ്ങൾ ചിന്തിച്ച് എന്തിനെനിക്ക് മാത്രം ഇങ്ങനെ? പക്ഷെ സത്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങളെ ഒരു വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു ഈ വേർപാട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒരു അപകടം, ഒരു സാമ്പത്തിക തകർച്ച, അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന, ഇവയിലൊന്നിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് അതറിയില്ല, പക്ഷെ ദൈവം ഇടപെട്ടു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധീകരണ കാലമാണ്. പഴയ ആളുകൾ പോകുന്നു, പുതിയ ആളുകൾ വരാൻ സ്ഥലം തയ്യാറാക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. ഈ വരുന്ന വിഷുവിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ അവസരം നിങ്ങളെ തേടിയെത്താം. ഒരു അപ്രതീക്ഷിത സാമ്പത്തിക വരവുണ്ടാകാം, വിവാഹം അല്ലെങ്കിൽ ഒരു ബന്ധം സാധ്യത ഉണ്ടാകാം. ഇതിലേതെങ്കിലും ഒന്ന് 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു പരീക്ഷയും ഉണ്ടാകും. ഒരു ആളാണ് നിങ്ങളെ വീണ്ടും സമീപിക്കുക. അവർ പഴയ വേദനയുടെ കാരണമായിരിക്കും. ശ്രദ്ധിക്കുക, മറുപടി പറയുന്നതിന് മുൻപ് 24 മണിക്കൂർ കാത്തിരിക്കുക. ആ ക്ഷമയാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ. ഇനി നെഗറ്റീവ് എനർജി നൽകുന്ന ചില സൂചനകളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ തലവേദന അനുഭവപ്പെടാറുണ്ട്, ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മാനസിക സമ്മർദ്ദമല്ല, ഒരു അസൂയ വ്യക്തിയുടെ ദൃഷ്ടി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. ഉണ്ണിക്കണ്ണന്റെ പ്രാർത്ഥനാഭാവം അതിനുള്ള സംരക്ഷണമാണ്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഒരു ദീപം തെളിയിക്കുക. 3 ദിവസം തുടർച്ചയായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഭക്ഷണം നൽകുക, ഒരു തുളസി ചെടിക്ക് വെള്ളം നൽകുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഉണ്ണിക്കണ്ണൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, വൈകിയാലും ഞാൻ വരും. നിങ്ങളൊരു പ്രത്യേക ആത്മാവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൗത്യമുണ്ട്. അത് ഒരു അവസാനമല്ല, ഇത് ഒരു പുതിയ തുടക്കമാണ്. 2-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കൃഷ്ണ എന്നെ കൈവിടരുതേ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പ്രാർത്ഥന എന്നതുപോലെ, ഒരു അനുഗ്രഹം എന്നതുപോലെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയുവാനുള്ളത്.
നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇത് സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഉണ്ണിക്കണ്ണൻ കൈ നീട്ടിയിരിക്കുന്നു. ഈ ഭാവം അത് വെറും ആശീർവാദമല്ല, അത് നിങ്ങൾക്കുള്ളൊരു വിളിയാണ്. നീ ഒറ്റയ്ക്കല്ല, ഇനി ഞാൻ നേരിട്ട് ഇടപെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് വന്നത് യാദൃച്ഛികമല്ല. നിങ്ങളൊരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. നിങ്ങളൊരു വലിയ തീരുമാനം എടുക്കുവാനായിട്ട് പേടിക്കുന്നുണ്ട്. ജോലി മാറ്റണമോ, ഒരു ബന്ധം അവസാനിപ്പിക്കണമോ, പുതിയ ഒരു ശ്രമം തുടങ്ങണമോ? ഈ ഒരു ആശയക്കുഴപ്പം നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു, എനിക്ക് ശരിയായ വഴിയാണോ ഇത്? ഉണ്ണിക്കണ്ണൻ പറയുന്നു, ധൈര്യം കാണിക്കൂ, ഞാൻ കൂടെയുണ്ട് എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നെഗറ്റീവ് തടസ്സം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ നിന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. അവസരങ്ങൾ അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ബന്ധങ്ങൾ പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന അവസ്ഥ, ബന്ധങ്ങൾക്കിടയിൽ ബന്ധുക്കൾക്കിടയിലും കലഹങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇവയൊക്കെയും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു അസൂയ വ്യക്തിയുടെ ശക്തമായിട്ടുള്ള ദൃഷ്ടി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ശക്തി തകരുകയാണ്. ഈ വീഡിയോ കാണുന്നത് തന്നെ അതിന്റെ തുടക്കമാണ്. അടുത്ത 48 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാണ്. ഒരു വലിയ സാമ്പത്തിക അവസരം നിങ്ങളെ തേടിയെത്താം. വിദേശ യാത്രയ്ക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദീർഘകാല പ്രശ്നത്തിന് അന്ത്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇവയിൽ ഒരു കാര്യം എന്തായാലും സംഭവിച്ചിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിനു മുന്നേ ഒരു പരീക്ഷ ഉണ്ടാകും, ഒരു അവസരം. ആദ്യം നിങ്ങൾക്ക് പേടി തോന്നാം, പക്ഷെ അതാണ് നിങ്ങളുടെ വളർച്ച. ഓർക്കുക, ഭയപ്പെടാതെ മുന്നോട്ടു പോവുക എന്ന് ഭഗവാൻ തന്നെ നിങ്ങളോട് പറയുന്നുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട്. അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളെ വിലമതിച്ചില്ല. ഉണ്ണിക്കണ്ണൻ പറയുന്നു, നിന്നെ വിലമതിക്കാത്തവർ മാറും, പക്ഷെ നിന്നെ തേടേണ്ടവർ എത്തും. ഒരു പുതിയ ബന്ധം വരാം. അത് ആത്മീയമായിട്ട് കണക്റ്റ് ആയിരിക്കാം. അനുഗ്രഹം വേഗത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാര മാർഗങ്ങളുണ്ട്. ആത്മീയ നിർദ്ദേശങ്ങൾ ഭഗവാൻ തന്നെ നിർദ്ദേശിക്കുന്നുമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം മഞ്ഞ വസ്ത്രം ധരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 11 ദിവസം തുടർച്ചയായിട്ട് കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുക. സാധിക്കുന്ന സമയങ്ങളിലൊക്കെയും കൃഷ്ണ എന്ന് വിളിക്കുക. ഒരു ക്ഷേത്രത്തില് വെണ്ണ സമർപ്പിക്കുക. ഒരു കുട്ടിക്ക് പുസ്തകം, പേന പോലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് ശരീരത്തിൽ നിങ്ങൾക്ക് ചൂടോ തണുപ്പോ തോന്നിയാൽ, നെഞ്ചിൽ ഭാരം ഇറങ്ങിയതുപോലെ തോന്നിയാൽ, അല്ലെങ്കിൽ കണ്ണിൽ വെള്ളം വന്നാൽ അത് ഉണ്ണിക്കണ്ണന്റെ സ്പർശനമാണ്. ഉണ്ണിക്കണ്ണൻ കൈനീട്ടിയിരിക്കുന്നു. നീ വരൂ, ഞാൻ പിടിച്ചുയർത്താം എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തിരിഞ്ഞുമാറ്റത്തിന്റെ തുടക്കമാണ്. ഇനി പിന്നോട്ട് നോക്കേണ്ടതില്ല, ഇനി സംശയിക്കേണ്ട, ഇനി ഭയപ്പെടേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടുകഴിഞ്ഞു. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ ചിത്രമാണെങ്കിൽ കമന്റ് ബോക്സിൽ കൃഷ്ണ എന്റെ വഴി തുറക്കൂ എന്ന് രേഖപ്പെടുത്തുക. ഭഗവാൻ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.